സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിനപ്പുറം ആനേടിക്കാപ്പ് കാന്തൻപാറ വനമേഖലകളിലും മൃതദേഹങ്ങൾ ദുർഘടമായ സ്ഥലത്തു നിന്നും 3 ദിവസമായി മൃതദേഹം പുറത്തെത്തിക്കുന്നത് നാട്ടുകാരാണ്. പ്രദേശത്ത് മൃതദേഹം അഴുകിയ ഗന്ധമെന്ന് നാട്ടുകാർ പറയുന്നു. ദൃശ്യങ്ങൾ 24 ലഭിക്കുന്ന ആ പ്രദേശത്ത് നിന്ന് മൃതദേഹങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. അലക്സ മുഹമ്മദുണ്ട് വിശദാംശങ്ങളുമായി. അലക്സ്, ഈ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് സമീപം വലിയ ജലപാതമാണ്, ഉയരത്തിൽ നിന്നുള്ള വെള്ളച്ചാട്ടമാണ്. അവിടെ നിറയെ ഗൃഹോപകരണങ്ങളിലും മരങ്ങളും അങ്ങനെ വീട്ടുപകരണങ്ങളൊക്കെ അവിടെ അടിഞ്ഞു കിടക്കുന്നുവെന്ന ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസവും പുറത്തു വന്നിരുന്നു. അവിടെയൊക്കെ കാര്യമായ തെരച്ചിൽ ഇനിയും നടത്തേണ്ടി വരുമെന്നാണോ? ഗൂഗിൾ ദുരന്ത ഭൂമിയിലെ ഉള്ളുലയ്ക്കുന്ന കാഴ്ച അത് തുടരുന്നു എന്നുള്ളതാണ്. അത് പലയിടങ്ങളിലായി അങ്ങനെ അത്രയും വിഷമം വരുന്ന, അത്രയും ദുഃഖം വരുന്ന, അത്രയും സങ്കടം വരുന്ന, സഹിക്കാനാവാത്ത കാര്യങ്ങൾ കാണുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഈ ദുരന്തത്തിന് ശേഷം മനുഷ്യ മൃതദേഹങ്ങൾ കണ്ടെടുത്തത് പുഞ്ചിരിമട്ടത്ത് നിന്നാണ്, മുണ്ടക്കൈ മേഖലയിൽ നിന്നാണ്, ചൂരൽമല പ്രദേശത്ത് നിന്നാണ്, വെള്ളാർമല സ്കൂളിന് സമീപത്ത് നിന്നാണ്. ഒപ്പം നിലമ്പൂരിൽ ചാലിയാർ പുഴയിൽ നിന്നൊക്കെ കണ്ടെടുത്തിട്ടുണ്ട്. ചില മൃതദേഹങ്ങൾ ഈ സൂചിപ്പാറയ്ക്കപ്പുറം, അതായത് ആ പുഴ ചാലിയാർ പുഴ കടന്നു പോകുന്ന സൂചിപ്പാറ കഴിഞ്ഞതിന് ശേഷമുള്ള വനമേഖലയ്ക്കടുത്ത് ചില മൃതദേഹങ്ങൾ കാണപ്പെടുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ മേഖലയുടെ ഒരു ഭൂമിശാസ്ത്രപരമായ സവിശേഷത, അവിടേക്ക് അത്ര പെട്ടെന്ന് രക്ഷാപ്രവർത്തകർക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കില്ല എന്നൊരു ടെറൈനാണത്. വളരെ ദുർഘടമായ ഒരു പ്രദേശമാണ്. നാട്ടുകാരാണ് കഴിഞ്ഞ 3 ദിവസമായി അവിടെ നിന്ന് ഈ മൃതദേഹങ്ങൾ പുറത്തേക്ക് എത്തിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നാട്ടുകാർ ഇന്നലെ ഒരു മൃതദേഹവും മൃതദേഹത്തിന്റെ അവശിഷ്ടവും അവിടെ നിന്ന് പുറത്തേക്ക് എത്തിച്ചു. ഇന്ന് 4 മൃതദേഹ ഭാഗങ്ങളാണ് നാട്ടുകാർ ഇന്ന് അവിടെ നിന്ന് പുറത്തേക്ക് എത്തിച്ചത്. അത് ആ മേഖലയിലേക്ക് ഇറങ്ങിപ്പോകാൻ ഏതാണ്ട് 6-7 കിലോമീറ്ററുകളോളം കാട്ടിനുള്ളിൽ നിന്ന് വളരെ കീഴ്ക്കാൻ തൂക്കായി ഇറങ്ങിപ്പോകേണ്ട ഒരു പ്രദേശമാണെന്നാണ് അവർ പറയുന്നത്. അവർ മരത്തടികളിലും കമ്പുകളിലും തുണിയിൽ ചുറ്റി മൃതദേഹം പൊതിഞ്ഞുകൊണ്ട് കിലോമീറ്ററുകളോളം കയറി വന്ന് ഇത് ആംബുലൻസിലേക്ക് കൈമാറി അങ്ങനെ പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. അവർ പറയുന്നത് ആ മേഖലയിൽ മൃതദേഹം അഴുകിയതിന്റെ ഗന്ധമുണ്ട് എന്നാണ് അവർ പറയുന്നത്. അവിടെ കൂടുതൽ പരിശോധന നടത്തേണ്ടതുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത്. മറ്റൊരു കാര്യം കൂടി നാട്ടുകാർ പറയുന്നുണ്ട്. ഒരുപാട് മത്സ്യസമ്പത്ത് അവിടെ ചത്തുപൊങ്ങിയിട്ടുണ്ട്. അത് മാത്രമല്ല, മൃഗങ്ങൾ ചത്തിട്ടുണ്ടോ എന്നുള്ള സംശയം നിലനിൽക്കുന്നുണ്ട്. വലിയ രീതിയിൽ മൃഗങ്ങളാണോ ഇത്തരത്തിൽ മണ്ണിനടിയിൽ അടിഞ്ഞ് ഈ ഗന്ധമുണ്ടാകുന്നതെന്ന് അവർക്ക് സംശയമുണ്ട്. പക്ഷേ പരിശോധന നടത്തണം. കാരണം കഴിഞ്ഞ 3 ദിവസമായി മനുഷ്യന്റെ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നു എന്നുള്ളതാണ് ദുഃഖകരമായ കാര്യം. ആ മേഖലയിലേക്ക് ഇനിയും രക്ഷാപ്രവർത്തകർക്ക് അല്ലെങ്കിൽ ദൗത്യസംഘത്തിന് ഒന്നും ഇറങ്ങിച്ചെല്ലാൻ സാധിച്ചില്ല. ഒരു ദിവസം, അതായത് ഇന്നലെ ഫയർഫോഴ്സിന്റെ ഒരു സംഘം അവിടെ എത്തിയിരുന്നു. പക്ഷെ ആ ടെറൈനിലേക്ക് അവർക്ക് ഇറങ്ങിപ്പോയി ആ മൃതദേഹം എടുത്തുകൊണ്ട് വരാനുള്ള ഒരു സാഹചര്യം ഇല്ല എന്നുള്ളത് അവർ അവിടെ നിന്ന് മടങ്ങുകയായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഏതാണ്ട് 3-4 മണിക്കൂർ എടുക്കും താഴെ എത്തി അവിടെ നിന്ന് ആ മൃതദേഹവും വഹിച്ച് മുകളിലേക്ക് എത്തണമെങ്കിൽ മിനിമം 3-4-5 മണിക്കൂർ എടുക്കും എന്നാണ് അവർ പറയുന്നത്. ഈ ആംബുലൻസുകൾ പോലും വന്ന് മണിക്കൂറുകളോളം കാത്തുനിന്നതിന് ശേഷമാണ് ഈ മൃതദേഹം അവിടെ നിന്ന് മാറ്റാൻ സാധിക്കുന്നത്. അവിടെ ഇപ്പോഴും ഈ ഇത്തരത്തിലുള്ള ഗന്ധമുണ്ട്. അതിനാൽ പരിശോധന നടത്തണം. ചെളി അടിഞ്ഞു കൂടിയിട്ടുണ്ട്. സൂചിപ്പാറ കഴിഞ്ഞ് പിന്നെയും കുറച്ചുകൂടി വരുന്ന ഒരു ഭാഗത്താണ്, ചാലിയാറിന്റെ കരയാണ്, വനപ്രദേശമാണ്. നാട്ടുകാരാണ് അവിടെ കഴിഞ്ഞ 3 ദിവസമായി അവർ രാവിലെ ഇറങ്ങി ഈ മൃതദേഹങ്ങൾ കണ്ടെടുത്ത് അവർ തന്നെ ഈ കയറ്റം കയറി പുറത്തേക്ക് വന്ന് ആംബുലൻസിലേക്ക് കൈമാറിയ മൃതദേഹങ്ങൾ മേപ്പാടിയിലെ ഈ മോർച്ചറിയിലേക്ക് എത്തിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ദുഃഖകരമായ കാഴ്ചയാണ് ഗൂഗിൾ. ആ കാഴ്ച അത് തുടരുന്നു എന്നുള്ളതാണ്. കൂടുതൽ സ്ഥലങ്ങളിൽ അത്തരത്തിൽ മനുഷ്യ മൃതദേഹങ്ങൾ കാണപ്പെടുന്നു എന്നുള്ളത് അതീവ ദുഃഖകരമാണ്. അലക്സ്, ഒരു കാര്യം, ഇന്ന് 6 മേഖലകളായി തിരിച്ച് വിശദമായൊരു തെരച്ചിൽ ആ ദുരന്ത മേഖലയിലാകെ നടത്തിയിരുന്നു. എപ്പോഴും ഈ ഇത്തരം മണ്ണിടിച്ചിൽ ദുരന്തങ്ങൾ ഉണ്ടാകുന്ന ഇടങ്ങളിൽ പ്രതീക്ഷ വെക്കുന്നത് മനുഷ്യ സാന്നിധ്യം, അല്ലെങ്കിൽ ആരെങ്കിലും അതിജീവിച്ച് ഇനി ജീവൻ്റെ എന്തെങ്കിലും ഒരു കണികയോ തുടിപ്പോ ശേഷിക്കുക ഈ തകർന്നടിഞ്ഞ കെട്ടിടങ്ങൾക്കിടയിലാണ്, കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിലാണ്. അത്തരത്തിൽ ഇനി പരിശോധന ബാക്കിയുള്ള, നമുക്ക് പ്രതീക്ഷ നൽകുന്ന എന്തെങ്കിലും കെട്ടിടങ്ങൾ, നിർമ്മിതികൾ, അതിൻ്റെ അവശിഷ്ടങ്ങൾ ഇനിയും പരിശോധിക്കാനുണ്ടോ അവിടെ? ഗൂഗിൾ ഇന്ന് രാവിലെ വന്നൊരു വാർത്തയുടെ കാര്യം പറയാം. അതായത് ഒരു വീട്ടുകാർ, അത് ഈ മേഖലയുടെ, മുണ്ടക്കൈ മേഖലയുടെ ഒക്കെ ഏറ്റവും ഒരു ഉയരം കൂടിയ ഒരു പ്രദേശത്താണ്. ആ കുന്നിൻ മുകളിൽ അവർ ഒറ്റപ്പെട്ടു പോയവരാണ്. ആ വീട്ടുകാർ അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ ഏതെങ്കിലും മേഖലയിൽ അവരെ ഇന്ന് സൈന്യവും NDRF സംഘവും ഒക്കെ എത്തിയതിനു ശേഷമാണ് അവരെ കൺവിൻസ് ചെയ്യിച്ച് അവരെ പുറത്തേക്ക് മാറ്റുന്നത്, അവരെ സേഫ് ആയിട്ടുള്ള സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറ്റുന്നത് അങ്ങനെയാണ്.
അവിടെ തുടരുകയായിരുന്നു ചിലർ. അവർ 4 ദിവസമായി അവർ അവിടെ തുടരുകയായിരുന്നു. അതിൽ ഒരു കുട്ടിക്ക്, ആ വീട്ടിലെ പെൺകുട്ടിക്ക് കാലിന് സ്വാധീനക്കുറവുള്ള കുട്ടിയാണ്, പുറത്തേക്ക് പോകുന്നതിന് പ്രശ്നമുണ്ട്. പക്ഷെ എന്നിട്ട് പോലും രക്ഷാപ്രവർത്തകർ അവിടെ എത്തി ആവശ്യപ്പെട്ടിട്ട് പോലും അവർ അവിടെ തുടരാൻ തന്നെ തീരുമാനിക്കുകയായിരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ആളുകൾ തുടരുന്നുണ്ടോ, വീടുകളിൽ തുടരുന്നുണ്ടോ എന്നുള്ള കാര്യം കാര്യക്ഷമമായ ഒരു അന്വേഷണം ഈ ഘട്ടത്തിലും വേണമെന്നുള്ളതാണ് നാട്ടുകാരിൽ ചിലർ ഇപ്പോഴും പറയുന്നത്. എത്തിപ്പെടാവുന്ന പ്രദേശങ്ങളിലെല്ലാം ആളുകൾ എത്തിപ്പെട്ട് ഈ കാര്യങ്ങൾ അവരോട് വിശദീകരിക്കുന്നുണ്ട്, പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് പുറത്തേക്ക് വരണം എന്നുള്ള കാര്യം ആളുകൾ പറയുന്നുണ്ട്. അതുമാത്രമല്ല, ചില മേഖലകൾ, പ്രത്യേകിച്ച് ഈ മുണ്ടക്കൈ മേഖലയിൽ അല്പം മുമ്പ് നമ്മൾ കണ്ടതാണ്, ഈ പരിശോധനയിലടക്കം അവിടെ ജീവന്റെ സാന്നിധ്യമുണ്ടോ എന്നുള്ള സംശയം നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ പലയിടങ്ങളിലും ഇപ്പോഴും വലിയ രീതിയിൽ ചെളി കുന്നുകൂടി അത് വീടുകൾക്ക് മുകളിലൂടെയും കോൺക്രീറ്റ് പാളികൾക്ക് മുകളിലൂടെയും ഒക്കെ അടഞ്ഞു നിൽക്കുന്നുണ്ട്. ആ വീടുകളൊന്നും ഇനിയും പൊട്ടിപ്പൊളിച്ച് വെട്ടിപ്പൊളിച്ച് പരിശോധന നടത്താൻ സാധിച്ചിട്ടില്ല. അവിടെയെങ്കിലും എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടോ, ജീവന്റെ ഒരു തുടിപ്പെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം വലിയ പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. ആ മേഖലയിലേക്ക്, മുണ്ടക്കൈ മേഖലയിലേക്ക് ഇത്തരത്തിൽ ഈ എക്യുപ്മെന്റ്സ്, അതായത് ഈ സാധന സാമഗ്രികളും അതുപോലെ തന്നെ ഈ JCB അടക്കമുള്ള സംവിധാനങ്ങളൊക്കെ എത്തിപ്പെട്ടിട്ട് മണിക്കൂറുകൾ മാത്രമാണ് ആകുന്നത്. അത്തരം സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ദീർഘമായ പരിശോധനകൾക്കൊടുവിൽ മാത്രമായിരിക്കും അതിനൊരു ഉത്തരം കിട്ടുക.